ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLA ഒരു സുപ്രധാനമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ഇത്തരത്തിലാണ്: We assure India that if it makes the final decision to eliminate terrorist state of Pakistan, BLA is ready to attack from western border. We will not only welcome the decision but will become its military arm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ബോർഡറിൽ നിന്നുള്ള അടി അത് ഞങ്ങൾ തുടങ്ങിക്കോളാം. ഞങ്ങൾ ഇന്ത്യയെ ബാക്ക് ചെയ്യുന്നു. ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ വെസ്റ്റേൺ ബോർഡറിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അത് പൂർണ്ണമായും ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഞങ്ങൾ അവിടെ ക്ലീൻ ആക്കി തരാം. അതായത് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബലൂചിസ്ഥാൻ ആർമി. ബലൂചിസ്ഥാൻ ആർമിയുടെ ഒരു വാർത്താക്കുറിപ്പും ഒരു പത്രക്കുറിപ്പും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ പരിഭാഷ ഇത്തരത്തിലാണ്: വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെയും പ്രാദേശിക സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ബലൂച്ച് ലിബറേഷൻ ആർമി തങ്ങളുടെ നിലപാട് വ്യക്തമായി അവതരിപ്പിക്കുന്നത്. ബലൂച്ച് ദേശീയ പ്രതിരോധം ഏതെങ്കിലും ഭരണകൂടത്തിന്റെയോ ശക്തിയുടെയോ പ്രോക്സിയാണെന്ന ആശയം ഞങ്ങൾ ശക്തമായി നിരാകരിക്കുന്നു എന്നവർ പറയുന്നു. പോരാത്തതിന് പണയക്കാരനോ നിശബ്ദ കാഴ്ചക്കാരനോ അല്ല ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന് പറയുന്നു. ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു ചലനാത്മകവും നിർണായകവുമായ പാർട്ടിയാണ്. ഈ പ്രദേശത്തിന്റെ നിലവിലെ ഭാവിയിലെ സൈനിക രാഷ്ട്രീയ തന്ത്രപരമായ രൂപീകരണത്തിൽ ഞങ്ങൾക്ക് ശരിയായ സ്ഥാനമുണ്ട്. ഞങ്ങളുടെ പങ്കിനെക്കുറിച്ച് പൂർണ്ണമായി ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത്. പരാജയപ്പെട്ട സൈനിക നയങ്ങളിലും നയതന്ത്രപരമായ ഒറ്റപ്പെടലിലും നിരാശരായ പാകിസ്ഥാൻ പരമ്പരാഗത വഞ്ചനയുടെയും വ്യാജ സമാധാനത്തിന്റെയും മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ ഇന്ത്യക്ക് വളരെ വ്യക്തവും അവ്യക്തവുമായ ഒരു സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള സമാധാനം, വെടിനിർത്തൽ, സാഹോദര്യം എന്നിവയുടെ ഓരോ സംസാരവും വെറും വഞ്ചനയും യുദ്ധതന്ത്രവും താൽക്കാലിക കുതന്ത്രവുമാണ്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നത് ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെയും പിന്നിൽ നിന്ന് കുത്തലുകളുടെയും ഭീകരവാദത്തിന്റെയും രക്ഷാകർതൃത്വത്തോടെയാണ്. കൈകളിൽ ചോര പുരണ്ട ഓരോ വാഗ്ദാനവും അതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനമാണ് ഈ പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഇന്ത്യയോടും മേഖലയിലെ മറ്റ് സംസ്ഥാനങ്ങളോടും പറയുന്നു. ഈ ഭീകര രാഷ്ട്രത്തിനെതിരെ ഉപഭൂഖണ്ഡവും ലോകവും നിർണായക നടപടി സ്വീകരിക്കേണ്ട സമയമാണിത്. പാകിസ്ഥാൻ ആഗോള ഭീകരരുടെ വിളനിലം മാത്രമല്ല, ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ISIS തുടങ്ങിയ മാരകവും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സർക്കാർ സ്പോൺസർ ചെയ്ത വികസനത്തിന്റെ കേന്ദ്രം കൂടിയാണ്. ഈ ഭീകരതയുടെ പിന്നിലെ ശൃംഖലയാണ് ISI. അതിന്റെ കീഴിൽ പാകിസ്ഥാൻ അക്രമാസക്തമായ ഒരു ആണവ രാഷ്ട്രമായി കൂടെ പരിണമിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാറിയിരിക്കുന്നു. മാതൃരാജ്യമായ ബലൂചിസ്ഥാനിലെ നമ്മുടെ സായുധ പോരാട്ടം പാരമ്പര്യമായ സൈനിക സാമ്പത്തിക പിന്തുണയില്ലാതെ ബലൂച്ച് രാഷ്ട്രം ലോകത്തിലെ 7ാമത്തെ ആണവ രാഷ്ട്രത്തെ നമ്മുടെ മണ്ണിൽ പരാജയപ്പെടുത്തുന്നു എന്നതിന്റെ സാക്ഷ്യമാണ്. പർവ്വത നിരകളിലും നഗര മുന്നണികളിലും മറ്റെല്ലാ മുന്നണികളിലും ഞങ്ങൾ ശത്രുവിനെ നിസ്സഹായരാക്കി. ലോകത്തിന്റെ രാഷ്ട്രീയവും നയതന്ത്രപരവും പ്രതിരോധപരവുമായിട്ടുള്ള പിന്തുണ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ബലൂച്ച് രാഷ്ട്രത്തിന് ഈ ഭീകരവാദ രാഷ്ട്രത്തെ ഇല്ലാതാക്കാനും സമാധാനപരവും സമൃദ്ധവും സ്വതന്ത്രപരവുമായ ബലൂചിസ്ഥാന് അടിത്തറ പാകാനും കഴിയും. ഒരു ബലൂചിസ്ഥാൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള ഭീകരവാദത്തിന്റെ കയറ്റുമതി ശാശ്വതമായി തടയുക മാത്രമല്ല, ഈ മേഖലയിൽ സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയും ചെയ്യും എന്നാണ് ഈ കൃത്യമായിട്ടുള്ള പത്രക്കുറിപ്പിൽ പറയുന്നത്. അതിൽ പറയുന്നുകൊണ്ടിരിക്കുന്നു, ഈ പാകിസ്ഥാനിലെ ഭീകരവാദം ഇനിയും വ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ബലൂചിസ്ഥാന് പിന്തുണ തരികയാണെങ്കിൽ, ഇന്ത്യ പിന്തുണ തരുന്നില്ല എന്നാണ് ബലൂചിസ്ഥാൻ പറയുന്നത്. അതായത് ഞങ്ങൾ ആരുടെയും പണയക്കാരനല്ല, ഞങ്ങൾ നിരാകരിക്കുന്നു. ഇന്ത്യ ഇനി പിന്തുണ തരികയാണെങ്കിൽ ഞങ്ങൾ ബലൂചിസ്ഥാനിലെ ഈ തീവ്രവാദത്തെ ഈ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി തരാമെന്നാണ് കൃത്യമായി ബലൂച്ച് ലിബറേഷൻ ആർമി പറയുന്നത്. നിങ്ങൾ ഒരു തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വെസ്റ്റേൺ ബോർഡർ ഒഴിപ്പിച്ചെടുക്കുന്ന കാര്യം ഞങ്ങളേറ്റു എന്നാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് വളരെ കൃത്യം ആൻഡ് പ്രിസൈസ് ആയിട്ടാണ് പറയുന്നത്. അതായത് പാകിസ്ഥാൻ അറിയപ്പെടുന്നത് തന്നെ ചോരയുടെ പേരിലും ലംഘിക്കപ്പെട്ട വാഗ്ദാനങ്ങളുടെ പേരിലും കുതന്ത്രത്തിന്റെ പേരിലുമാണ്. ഇതൊക്കെ പാകിസ്ഥാന്റെ വെറും യുദ്ധതന്ത്രങ്ങൾ മാത്രമാണ് എന്നാണ് ബലൂചിസ്ഥാൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.